വയനാട്ടിലൊക്കെ ഞങ്ങളൊക്കെ കേട്ടു പഠിച്ച ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേട് ചെറുപ്പത്തിൽ കാണിക്കുമ്പോൾ ഉമ്മാര് പറയുക പോത്താമ്പി വരുന്നാണ്, സൂക്ഷിക്കണം. എന്നാൽ ഇന്നത്തെ ഉമ്മമാര് മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത് SFI വരും, സൂക്ഷിക്കണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നാണ്. ഞാൻ കടപ്പുറത്ത് വെച്ച ഒരു വാക്കിനെ രാഷ്ട്രീയമായി വളച്ചൊടിച്ചു പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ CPMൻ്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ലീഗിൻ്റെ പരിസരത്ത് നിന്നല്ല, കോൺഗ്രസിൻ്റെ പരിസരത്ത് നിന്നല്ല, നിങ്ങൾ പോകുന്നത് ദീനിൻ്റെ പരിസരത്ത് നിന്നാണ് എന്നാണ്. എന്നാൽ അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നിലേക്കും കൊലപാതകത്തിലേക്കും നെറികെട്ട രാഷ്ട്രീയത്തിലേക്കുമാണ്, മനുഷ്യത്വത്തിൻ്റെ പക്ഷത്തു നിന്നാണ്. സൂക്ഷിക്കണം മക്കളെ. ആ മക്കൾ എന്തുകൊണ്ട് SFI ആവരുത് എന്നതിൻ്റെ ഉത്തരം പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. അവൾ SFI ആയിട്ടില്ല, പോയി പഠിപ്പിച്ചത് കോയമ്പത്തൂരിലാണ്. ഇവിടെ എങ്ങാനും SFI പിടിച്ചാലോ എന്ന് ഭയന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ചത് ബർമിഹാമിലാണ്, ലണ്ടനിൽ. SFI അല്ല എന്ന ധൈര്യത്തിലാണ് അവിടെ പറഞ്ഞു വിട്ടത്. ഈ പറയുന്ന ഗോവിന്ദൻ്റെയും EP ജയരാജൻ്റെയും ഒരുത്തൻ്റെ മക്കളും SFI പിടിച്ചിട്ടില്ല. അവരെ പോറ്റാൻ SFIക്കാരനാക്കി മക്കളെ വളർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച് KM ഷാജി. SFIയിൽ അംഗത്വമെടുക്കുന്ന ഓരോ മക്കളോടും അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് സൂക്ഷിക്കണം മക്കളെ എന്നാണ് എന്ന് KM ഷാജി പറഞ്ഞു. മയക്കുമരുന്നിന്റെയും ഗുണ്ടായിസത്തിന്റെയും നെറികെട്ട രാഷ്ട്രീയമാണ് SFI ഉയർത്തിപ്പിടിക്കുന്നത്. SFI എന്ന നികൃഷ്ട രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെന്ന് പെട്ടുപോകാതിരിക്കാനാണ് പിണറായി വിജയൻ തന്റെ 2 മക്കളെയും പ്രസ്ഥാനത്തിൽ നിന്നും അകറ്റുകയും വിദേശത്ത് പഠിക്കാൻ അയക്കുകയും ചെയ്തത് എന്നും ഷാജി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വയനാട്ടിലൊക്കെ ഞങ്ങളൊക്കെ കേട്ടു പഠിച്ച ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേട് ചെറുപ്പത്തിൽ കാണിക്കുമ്പോൾ ഉമ്മാര് പറയുക പോത്താമ്പി വരുന്നാണ്, സൂക്ഷിക്കണം. എന്നാൽ ഇന്നത്തെ ഉമ്മമാര് മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത് SFI വരും, സൂക്ഷിക്കണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നാണ്. ഞാൻ കടപ്പുറത്ത് വെച്ച ഒരു വാക്കിനെ രാഷ്ട്രീയമായി വളച്ചൊടിച്ചു പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ CPMൻ്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ലീഗിൻ്റെ പരിസരത്ത് നിന്നല്ല, കോൺഗ്രസിൻ്റെ പരിസരത്ത് നിന്നല്ല, നിങ്ങൾ പോകുന്നത് ദീനിൻ്റെ പരിസരത്ത് നിന്നാണ് എന്നാണ്. എന്നാൽ അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നിലേക്കും കൊലപാതകത്തിലേക്കും നെറികെട്ട രാഷ്ട്രീയത്തിലേക്കുമാണ്, മനുഷ്യത്വത്തിൻ്റെ പക്ഷത്തു നിന്നാണ്. സൂക്ഷിക്കണം മക്കളെ. ആ മക്കൾ എന്തുകൊണ്ട് SFI ആവരുത് എന്നതിൻ്റെ ഉത്തരം പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. അവൾ SFI ആയിട്ടില്ല, പോയി പഠിപ്പിച്ചത് കോയമ്പത്തൂരിലാണ്. ഇവിടെ എങ്ങാനും SFI പിടിച്ചാലോ എന്ന് ഭയന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ചത് ബർമിഹാമിലാണ്, ലണ്ടനിൽ. SFI അല്ല എന്ന ധൈര്യത്തിലാണ് അവിടെ പറഞ്ഞു വിട്ടത്. ഈ പറയുന്ന ഗോവിന്ദൻ്റെയും EP ജയരാജൻ്റെയും ഒരുത്തൻ്റെ മക്കളും SFI പിടിച്ചിട്ടില്ല. അവരെ പോറ്റാൻ SFIക്കാരനാക്കി മക്കളെ വളർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വലിയ അതിക്രമങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. ഞാനിത് പലപ്പോഴും രാഷ്ട്രീയമായി പറയാൻ ശ്രമിച്ചതാണ്. ഒരു ചെറിയ പ്രശ്നമല്ല ഇത്, ഒരു ചെറിയ പ്രശ്നമല്ല. കണ്ണൂരിൽ 10 കൊല്ലം MLA ആയി നിന്ന ഒരാളാണ് ഞാൻ. നാദാപുരത്തുകാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കലാപത്തിൻ്റെ മുഖം, CPMൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖം, അവർ കാണിക്കുന്ന നെറികേടിൻ്റെ മുഖം, അവരുടെ ഏറ്റവും വൈകൃതം നിറഞ്ഞ വർഗീയതയുടെ മുഖം, മുസ്ലിം വിരുദ്ധതയുടെ മുഖം എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ അത് മനസ്സിലാകും എന്നെനിക്കറിയാം. നരമേധ രാഷ്ട്രീയം എന്ന ഒന്നുണ്ട്, നരമേധ രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. നിങ്ങൾ കാണുന്ന പോലെ ഈ പരസ്യമായ കൊലപാതകങ്ങളല്ല, ഇപ്പോഴും പുറത്തു വരാത്ത നിരവധി കലാപങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട്, CPMൻ്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് പുറത്തു വരാറില്ല. ആത്മഹത്യയായി, ആക്സിഡൻ്റായി, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വരാറ്. എന്നാൽ അങ്ങനെയല്ല. ഷുക്കൂറിൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്ത് ഒരു നിയോഗമാകാം. കണ്ണൂരിലെ MLA ആയിരുന്നു ഞാൻ, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. അന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കൊന്നവനെയല്ല കൊല്ലിച്ചവനെ.
അങ്ങനെയാണ് പി ജയരാജൻ എന്ന് പറയുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ മനസ്സുകൊണ്ടും നേതൃത്വം കൊണ്ടും പങ്കാളിത്തമുള്ള ഒരാൾ. ഞാനിത് പറയുന്നത് വേദിയിൽ നിന്നാണ്. റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. കേസുകൾ വരുമെന്നും എനിക്കറിയാം. വരട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. കാരണം എൻ്റെ കയ്യിൽ കേരള ഹൈക്കോടതിയിലെ തെളിവുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയായ ആസൂത്രകനായ പി ജയരാജൻ, ആ ജയരാജനെ 70-ലധികം ദിവസം ജയിലിൽ കിടത്താൻ കഴിഞ്ഞത് ഷുക്കൂർ കേസിന് നടത്തിയ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ്. കൊന്നവനെയല്ല, കൊല്ലിച്ചവനെ. കൊല്ലുന്നവരെ കൊലപാതകങ്ങൾ നടക്കും, അവരെ വാടകയ്ക്കെടുക്കാം. കത്തി വാങ്ങുന്ന പോലെ, തോക്ക് വാങ്ങുന്ന പോലെ കൊല്ലുന്നവനെയും വാങ്ങാം. ടി.പി. ചന്ദ്രശേഖരന്റെ വിധി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 7 പേർക്ക്, പ്രതി 1, പ്രതി 2 തുടങ്ങി 7 പ്രതികൾക്ക് ടി.പി. ചന്ദ്രശേഖരനെ അറിയില്ല. ടി.പി. ചന്ദ്രശേഖരനോട് വിരോധമില്ല. ടി.പി. ചന്ദ്രശേഖരനെ വേറെ ആളെ വിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. വിരോധമില്ലാതെ, അദ്ദേഹത്തോട് മുൻവൈരാഗ്യമില്ലാത്തവരാണ് 7 പ്രതികളെങ്കിൽ കത്തി പോലെ, ബോംബ് പോലെ ഒരായുധം മാത്രമാണ് 7 പേർ. അവരെ നിങ്ങൾ ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? അവരെ തൂക്കിക്കൊന്നിട്ട് എന്താ കാര്യം? പിന്നെയും വേറെ കത്തി വാങ്ങുന്ന പോലെ പിന്നെയും കൊലപാതകികളെ വാങ്ങില്ലേ? കൊല്ലിച്ചവൻ, അവൻ ആരായിരുന്നാലും കൊല്ലിച്ചവന് വാങ്ങില്ലേ? അതുകൊണ്ട് കൊല്ലിച്ചവനെ പിടിക്കണം. അതാണ് രാഷ്ട്രീയത്തിൽ ഈ കൊലപാതകങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വാളയാറിലെ പ്രതിയെ കൊന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ലോ. ഷാജി അത് പറഞ്ഞു. ഷാജി മാത്രം എന്തേ പറയുന്നത് ചോദ്യമല്ലേ? ഞാൻ പറയാം, വാളയാറിലെ പ്രതി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? എൻ്റെ ചോദ്യം, ഞാൻ പറയുന്നത്, ഏതാനും മിനിറ്റുകൾ നിങ്ങൾ യാത്ര ചെയ്താൽ മതി തലശ്ശേരിയിലെ ഫസൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഞാൻ കണ്ണൂരിലെ MLA ആണ്. ഫസൽ കൊല്ലപ്പെട്ടല്ലോ. ഫസലിനെ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ തൂവാല ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇട്ടല്ലോ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ. അതേപോലെ മാഷാള്ള ഒട്ടിച്ചല്ലോ ടി.പി. ചന്ദ്രശേഖരന്റെ. ഇത് രണ്ടും സമാനതകളുണ്ട്. ഈ സമാനതകളുടെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? രണ്ടും ഒരേപോലെ. ഫസലിന്റെ കൊലപാതകത്തിലെ പ്രതികൾ 1, 2, 3 കൊല്ലപ്പെട്ടു. നമ്മൾ മണിയാശാൻ പറഞ്ഞ പോലെ കൊല്ലപ്പെട്ടു. അവർ ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നാൽ കൊല്ലപ്പെട്ടതാണ് എന്ന ഷാജിയുടെ ആരോപണത്തിനെതിരെ കേസ് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? ഫസൽ കൊലപാതക കേസിന്റെ അന്വേഷണം നടത്തിയ DYSP രാധാകൃഷ്ണൻ, എനിക്കറിയാം, IPS എഴുതി വാങ്ങിയ ആളാണ്. അവസാനം ഈ പിണറായി വിജയൻ ഉപദ്രവിച്ചിട്ട് കർണാടകയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യാണ്. അറിയോ നിങ്ങൾ? ഒരു സ്വകാര്യ മേഖലയിൽ IPS എഴുതി വാങ്ങിയ ഓഫീസർ. എന്താ കാരണം? കാരായി രാജനെയും ചന്ദ്രശേഖരനെയും കുടുക്കരുതെന്ന് പാർട്ടി പറഞ്ഞു. പക്ഷെ അവരല്ലേ പ്രതി? അവർ പെട്ടു. ആ ഒറ്റ കാരണത്തിന് നിങ്ങളുടെ ക്യാബിനറ്റിന്റെ ഔദാര്യമല്ല രാധാകൃഷ്ണന്റെ IPS നിങ്ങൾ അനുവദിച്ചു കൊടുത്ത കുറെ ആളുണ്ടല്ലോ ഇപ്പോഴും. അതല്ല. എന്നിട്ട് ഇവിടുത്തെ കുറെ തൊഴിലാളി സംഘടനകളും ഓഫീസേഴ്സ് സംഘടനകളും ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? കേരളത്തിലെ ഒരു IPS ഓഫീസർ കർണാടക സംസ്ഥാനത്തിൽ പോയിട്ട് വാച്ചറ പണിയെടുക്കുമ്പോൾ പറഞ്ഞാരെങ്കിലും ഈ CPM എന്ന് പറയുന്ന ഗുണ്ടകളെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഫസലിന്റെ 3 കൊലപാതകികൾ കൊല്ലപ്പെട്ടത് എങ്ങനെ? ഷുക്കൂറിന്റെ കൊലപാതകി ആത്മഹത്യ ചെയ്തു. ഷുക്കൂറിന്റെ മറ്റൊരു കൊലപാതകയുടെ ഭാര്യയും ആത്മഹത്യ ചെയ്തു. ഈ വളയത്തല്ലേ രതീഷ് ആത്മഹത്യ ചെയ്തത്? മൻസൂർ കൊലപാതകത്തിലെ 2ാം പ്രതി ഈ പരിസരത്തല്ലേ? ഈ വളയം പരിസരത്തല്ലേ? ഷുഐബിന്റെ കൊലപാതകയായ ആകേഷ് തില്ലങ്കേരി പൊട്ടിത്തെറിച്ചത് എങ്ങനെ? ഞാന് കുഞ്ഞനന്ദനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ കുറെ ആളുകൾ കയറി ചൊറിയാമെന്നല്ലോ, ഗോവിന്ദനും EP ജയരാജനൊക്കെ. എന്റെ ചോദ്യം, കുഞ്ഞനന്ദൻ മാത്രമല്ല, CH അശോകൻ എങ്ങനെയാ മരിച്ചത്? CH അശോകൻ NGO യൂണിയന്റെ സംസ്ഥാന നേതാവല്ലേ? CH അശോകൻ അതിലെ പ്രധാനപ്പെട്ട പ്രതിയല്ലേ? ഈ ആസൂത്രണത്തിലെ മുഖ്യ കക്ഷിയല്ലേ? അവിടുത്തെ ഒഞ്ചിയം ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? ആ CH അശോകൻ എങ്ങനെയാ മരിച്ചത്? ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു, അതൊരു കേവല മരണമാണോ എന്ന് സംശയമുണ്ട് എന്ന് RMP പറഞ്ഞിട്ടുണ്ട്, രമ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? CH അശോകൻ. പിന്നെ കുഞ്ഞനന്ദനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ രസമുണ്ട്. കുഞ്ഞനന്ദന്റെ മകള്, മോനെ ഷായി, ആ വെള്ളം അങ്ങ് മറിച്ചേക്കുന്നു. എന്നാ മോളെ,
ഷാജി വെച്ച വെള്ളം മറിക്കൂല എന്ന് മാത്രമല്ല, അത് തിളച്ചു തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഓർത്തു വെച്ചോ. അച്ഛനെ കൊന്നത് എന്ന പ്രയോഗം നടത്തിയത് കുഞ്ഞനന്തൻ്റെ മകളാണ്, ഷാജിയല്ല. ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കൊന്നത് എന്ന ഒരു ചിന്ത മോളെ മനസ്സിലുണ്ടല്ലേ? എന്നാ മോളെ ഒരു വെള്ളക്കടലാസിൽ എടുത്തിട്ട് കൊന്നത് കോൺഗ്രസ് ആണ്, ലീഗാണ്, അല്ലെങ്കിൽ ഷാജിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന ഒരു കടലാസ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള നട്ടല് ഈ സൂത്രധാരകനായ കുഞ്ഞനന്തൻ്റെ മോൾക്കുണ്ടോ? CPM-നുണ്ടോ? ഞാൻ വെല്ലുവിളിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ കുഞ്ഞനന്തൻ്റെ കൊലപാതകം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ കൊലപാതകം എന്ന് പറഞ്ഞ് അന്വേഷിക്കുക, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്. 11/6/2020 കുഞ്ഞനന്തൻ മരിക്കുന്നത്. എഴുതി വെച്ചോ സഖാവേ, അന്ന് KM ഷാജി അഴീക്കോട് MLA ആണ്. എന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ MLA അന്ന് ഞാനാണ്. മനസ്സിലായോ? ആ സെൻട്രൽ ജയിലിൽ ഞാൻ പോകാറുണ്ട്. കുഞ്ഞനന്തനെ ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. ആ സെൻട്രൽ ജയിലിലെ പ്രതികൾക്ക് വെള്ളമില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു MLAയും ചെയ്യാത്ത വിധം ആ സെൻട്രൽ ജയിലിൽ വെള്ളം കുത്തി കൊടുത്തത് ഞാനാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഷാജിക്ക് കാര്യങ്ങളും അറിയും. ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാ ഭക്ഷണം, അല്ലാണ്ട് ഹോട്ടലിൽ പോയി ഒരാൾക്ക് ബിരിയാണി ഒരാൾക്ക് നെയ്ച്ചോറ് എന്ന് പറഞ്ഞ മാതിരി കിട്ടില്ല. ഒരു പാത്രത്തിലാണ് വെക്കുക. ഒരു പാത്രത്തിൽ വെച്ച് എല്ലാവരും കഴിച്ച ഭക്ഷണത്തിൽ കുഞ്ഞനന്തന് മാത്രം എങ്ങനെയാണോ ഒരു വിഷബാധ? ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് തോണ്ടാനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ തോണ്ടാനാണ് വരുന്നത്. എന്നെ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സെബാസ്റ്റ്യൻ പോളാണ് എനിക്കെതിരെ വലിയ അയാളത്. ഞാൻ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞ സമയം നോക്കുമ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി കഴിഞ്ഞാൽ പിന്നെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. സാധു രാവിലെ ആണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ കോവിന്ദ മാഷാണ്. കോവിന്ദം പറഞ്ഞിരിക്കണത് ഷാജിയുടെ ആരും മറുപടി വരണു, പിറ്റേന്നാൾ വരെയാണ് കേസ് കൊടുക്കുന്നു. അപ്പം അതെന്തിനാണ് ഒന്ന് കേസ് കൊടുക്കും? ഗോവിന്ദ മാഷ് പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ? ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, എനിക്കെതിരെ ഈ വിഷയത്തിലൊന്ന് കേസ് കൊടുക്കുക. 14 കേസ് കൊടുത്ത പാർട്ടി അല്ലടോ CPM, കൊടുക്കടോ ഒരു കേസ് കൂടെ. ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കൂലങ്ങൾ.